ഹായ്, ദിസ് ശ്രീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റ് ഡെൽറ്റ ഗാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് താറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ന്യൂ താർ ഓൾറെഡി വാങ്ങിച്ച ആൾക്കാർക്കും ഇനി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതിൽ എന്തൊക്കെ അപ്ഡേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഈ ഫുൾ വീഡിയോ അതിൽ എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, ഒരു കിടിലൻ ലുക്കിലേക്ക് നമ്മുടെ താറിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എപ്പോഴും പറയണ പോലെ നമുക്ക് ഫ്രണ്ട് ലുക്കിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഏതൊരു വണ്ടിയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. അതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ട് ഒരു കിടിലൻ, ഒരു പ്രീമിയം DRലുള്ള ഒരു ഹെഡ്ലൈറ്റിലേക്ക് മാറ്റാണ്. നമുക്ക് നോക്കാം. നിലവിലുള്ള താറിലെ ഹെഡ്ലൈറ്റിൽ ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ള നോർമൽ ബൾബ്സ് ആണ് വരുന്നത്. അതിന് ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതൊരു LED കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും വൈറ്റ് ആയിരിക്കും, ഒരു നല്ല പവറോട് കൂടിയ വെളിച്ചമായിരിക്കും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അതും കാണാനും ഒരു ക്യൂട്ട് ലുക്ക് തന്നെയാണ്. അതുപോലെ അടുത്തായിട്ട് വരുന്ന സംഭവമാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു. ഇത് മാറ്റിയിട്ട് നമ്മൾ ഒരു DRL ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതും മാട്രിക്സ് ടൈപ്പാണ്, ഒരു കിടിലൻ ഐറ്റം. നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ താർ ഒരു കിടിലൻ ലുക്കിലേക്ക്, ഒരു യൂണീക്ക് ലുക്കിലേക്ക് മാറാനാണെങ്കിൽ ഡെഫിനറ്റ്ലായിട്ടും ഈ ഒരു സംഭവം മാറ്റി തന്നെ വേണം. ഈ ഇൻഡിക്കേറ്റർ മാറ്റിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ നോക്കുക പഴയ താറും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് കമ്പനി വരുന്നത് നോർമലായിരുന്നു, അത് മാറ്റി നമ്മളൊരു നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു LED മാറ്റിയിട്ടുണ്ട്. ഇപ്പം നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ല്, ഇതും നമ്മളൊരു കിടിലൻ ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ മുകളിലും ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് കാറ് നമ്മൾ റോട്ടുകൾ കാണാറുണ്ട്, പക്ഷെ നമ്മുടെ വണ്ടി ഒരു യൂണീക്ക് ലുക്കിലേക്ക് മാറ്റാനുള്ള ഒരു അടുത്ത സാധനമാണ് നമ്മുടെ റൂഫ് ലൈറ്റ്. ഈ റൂഫ് ലൈറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചേഞ്ച് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതും ഒരു ഓഫ് റോഡ് കിടിലൻ ലുക്ക്. നമ്മുടെ ഓഫ് റോഡ് വെഹിക്കിൾസൊക്കെ പലരും പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് കാണുന്ന ലെവലിലാണ് പാർക്ക് ചെയ്യാറ്. അതിന് കാരണം ബാക്കിലത്തെ അതിൻ്റെ ലുക്ക് തന്നെയാണ്, അതുപോലെ അതിൻ്റെ സ്പെയർ വീൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നൽകിയിരിക്കുന്ന ബാക്കിലത്തെ ടൈൽ ലൈറ്റ്, അതും ഒരു ഇൻഫിനിറ്റി ടൈപ്പ്, ഒരു സ്മോക്കി ടൈപ്പ്, ഒരു കിടിലൻ ലുക്ക് സാധനം. നോർമലായിട്ട് നൽകിയിരിക്കുന്ന ടൈൽ ലൈറ്റിൽ നോർമൽ പാർക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിനുള്ള ചേഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് നമുക്ക് ഒരു യൂണീക്ക് ലുക്ക് മാറ്റാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ ബ്രേക്ക് ചെയ്യുമ്പോഴായാലും, ഇൻഡിക്കേറ്റർ ഇടുമ്പോഴായാലും, പാർക്ക് ഇടുമ്പോഴായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ഒരു കിഡിൽ ലുക്കിലേക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ റൂഫിൽ നമ്മളൊരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇതും ബ്രേക്ക് ചെയ്യുമ്പോഴായാലും, ഇൻഡിക്കേറ്റർ ഇടുമ്പോഴായാലും വണ്ടിക്കൊരു യൂണീക്ക് ലുക്ക്, ഒരു റോട്ടിലെങ്ങും കാണാത്ത ഒരു യൂണീക്ക് ലുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ കമ്പനി നൽകാത്തൊരു ലൈറ്റാണ് റിഫ്ലക്റ്റർ ലൈറ്റ്. എപ്പോഴും ഒരു ഡമ്മി ലൈറ്റ് മാത്രമാണ് നൽകാറ്, എസ്പെഷ്യലി ഏത് പ്രീമിയം വെഹിക്കിൾസിനും. അത് മാറ്റിയിട്ട് നമുക്കൊരു പ്രീമിയം ലൈറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഇതിന് ഇൻഡിക്കേറ്റേഴ്സും പാർക്കും ബ്രേക്കും എല്ലാം ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടീനെ ഒരു യൂണീക്ക് ലുക്ക്, ഒരു ആർക്കും ഇല്ലാത്തൊരു യൂണീക്ക് ലുക്കിലേക്ക് മാറ്റാനാണ്. അതുപോലെ നിങ്ങൾ വണ്ടിയുടെ ഒരു ഓഫ് റോഡ് ലുക്കിലേക്ക് മാറ്റുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ട സംഭവമാണ് റൂഫ് കാരിയർ. ഇത് ലഗേജ് വെക്കാൻ മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ഒരു ഓഫ് റോഡ് ലുക്ക് നിലനിർത്താനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്കുള്ള സംശയമാണ് ഇത് നമുക്ക് ക്ലാമ്പ് ചെയ്യുമ്പോൾ ഹോൾ അടിക്കേണ്ടി വരുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല, അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാമ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഓഫ് റോഡ് ലുക്കിലാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് മസ്റ്റായിട്ട് വേണം. ഈ വർക്ക് നമ്മളെ ഏൽപ്പിച്ചത് അദ്ദേഹം എബ്രോഡ് ബിസിനസ് ചെയ്യുന്ന തിരക്കുള്ള ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം നമ്മളെ ഫോണിലൂടെയാണ് കണക്ട് ചെയ്ത്, നമ്മൾ ഓൺലൈൻ വഴി എല്ലാ കൺസൾട്ടേഷനും നൽകി, പ്രീമിയം ആയിട്ടുള്ള സർവീസും അവൈലബിൾ ആയി. അങ്ങനെ നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിലൂടെയാണ് നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ താറ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ താറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ താറുണ്ടെങ്കിലും അതൊരു കിടിലൻ ലുക്കിലേക്ക് മാറ്റാനുള്ളത് നിങ്ങളുടെ വലിയ ആഗ്രഹമായിരിക്കും. അപ്പോൾ ആ സ്വപ്നത്തിന് ഒരു നല്ല ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റിനെ തന്നെ അപ്രോച്ച് ചെയ്യുക. ദിസ് ശ്രീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റ് ഡെൽറ്റ ഗാസ്. ബൈ.